ദിവസമായി വണ്ടി എടുത്തിട്ട് ഇതാ ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നുമില്ല. അപ്പോൾ എന്താ, എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി വഴി കിടക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു സാധനം അങ്ങോട്ട് ഉണ്ടാക്കി ഇനി വർക്കാവോ ഇല്ലയോ എന്ന് കണ്ടറിയണം. നമുക്കൊന്ന് ജസ്റ്റ് നമ്മളുണ്ടാക്കിയ ഡിവൈസാണിത്. ഇതിൻ്റെ പുറമേയുള്ള കവർ കൊടുത്തില്ല, കണ്ടോ? ഇതൊരു പഴയ കിടന്ന ഒരു സ്റ്റീരിയോ സെറ്റ്, അതിലൊരു ഇത് ചെയ്തെടുത്ത സ്റ്റീരിയോയുടെ അത്രയും വലുപ്പം മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ടല്ലോ. അപ്പം ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. കാണാമല്ലോ, 11.23 അതിൽ നിൽക്കുകയാണ്. ഇതിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വോൾട്ടേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കയറുമെന്ന് നോക്കാം. ഇത് വെച്ചിട്ട് ഓക്കെ, പോസിറ്റീവ്. പേടിക്കണ്ട, അതൊരു കപ്പാസിറ്റർ ഡിസ്ചാർജിങ് സിസ്റ്റമാണ്. അപ്പം കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയതിൻ്റെ ആ ഒരു സ്പാർക്കാണ് കണ്ടത്. ഒരു കുറച്ച് സമയം നമുക്കൊന്ന് വെച്ച് നോക്കാം ചാർജ് കയറുന്നുണ്ടോ എന്ന്. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് അടിച്ച് നോക്കാം. യെസ്, ചാർജ് കയറുന്നുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 11.56 ആ ഒരു ഇതിലെത്തിയിട്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യും കേട്ടോ. ഹാർഡ്ലി ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ ചാർജ് ചെയ്യും. നമുക്കിനി ചാർജ് ജസ്റ്റ് ഒന്ന് നോക്കാതെ നോക്കിയാൽ അധികം ചാർജ് ഇല്ല എങ്കിലും നമുക്കൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഹലോ, അപ്പൊ കണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഡിവൈസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോൾ നമുക്ക് പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വഴി വലിച്ച് നിന്ന് പോകുന്ന, അതായത് വണ്ടികളൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥ. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിക്കും, അല്ലെങ്കിൽ വേറൊരു വണ്ടി വരുമ്പോൾ ജമ്പർ കേബിൾ ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ജമ്പർ കേബിൾ ഒന്നും ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതല്ല വേറൊരു ആരും ഇല്ലാത്തൊരു സ്ഥലങ്ങളിലാണ് പെട്ടുപോകുന്നതെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു പോർട്ടബിൾ സാധനം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ വണ്ടികളിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ നടക്കും. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊബൈൽ ചാർജർ നമ്മൾ വാങ്ങുന്ന ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന 1-2 കൺവേർട്ടർ സർക്യൂട്ട് ഉണ്ട്. DC കൺവേർട്ടർ ഉണ്ട്, അതേപോലെ തന്നെ ഇൻവെർട്ടർ AC കൺവേർട്ടർ ഉണ്ട്. പക്ഷെ അതും സ്ക്വയർ വേവ് ആയതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഡാമേജ് ആവും. അപ്പൊ ഇങ്ങനെ ഒരു ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ്ലി DC ആണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ എങ്ങനെയാണ് നമ്മുടെ ട്രെയിനിൽ 110 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഇതും അതേപോലെ തന്നെ DCയെ ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്ന ഒരു കൺവേർട്ടർ സർക്യൂട്ട് ആണ്. അപ്പം ഹൈ ഫ്രീക്വൻസി കൺവേർട്ടർ സർക്യൂട്ട് തന്നെയാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ കമ്പോണൻസിന് കേടില്ല, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് മൊബൈൽ ചാർജിന് വർക്ക് ചെയ്യിപ്പിക്കാം. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഫാസ്റ്റ് ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൊബൈൽ ചാർജറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഈ ഫാസ്റ്റ് ചാർജിങ് എപ്പോഴും നല്ലതല്ല. പക്ഷെ നമുക്ക് എപ്പോഴും വണ്ടി ബ്രേക്ക് ഡൗൺ ആവാറില്ല അല്ലെ? നമുക്ക് വണ്ടി എന്തെങ്കിലും ഒരു സമയത്ത് ബ്രേക്ക് ഡൗൺ ആയാൽ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ വണ്ടിയിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ല, നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്തെടുത്ത് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ഇപ്പൊ ഇതൊരു പ്രിലിമിനറി സെറ്റപ്പ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കി. ഇതിൽ കുറെ അധികം പോരായ്മകളുണ്ട്. ഒരു ഗേജ് കൂടിയ വയർ ഇടണം. അങ്ങനെ ബാറ്ററി ചാർജിങ് ഞാൻ പറഞ്ഞ പോലെ ക്രോസ് സെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒരു തിൻ വയറാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത്രയും പവർ പെട്ടെന്ന് കയറില്ല. അതുകൊണ്ട് ക്രോസ് സെക്ഷൻ കൂടിയ ജമ്പർ വയറിന്റെ ഇത് നിങ്ങൾക്കറിയാലോ, 25 സ്ക്വയർ mm ഒക്കെയുള്ള ജമ്പർ വയർ, അത് നമ്മൾ ഔട്ട്പുട്ടിൽ ഫിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കുറച്ച് പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ആഡ് ചെയ്യണം. പിന്നെ ബാറ്ററി പാക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു പറഞ്ഞാൽ എന്റെ ലാപ്ടോപ്പിന്റെ അത് ബാറ്ററി ഓൾറെഡി ഡീഗ്രേഡ് ആയിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ വെച്ചത്, അതുകൊണ്ട് തന്നെ ചാർജ് കയറാൻ കുറച്ച് താമസം എടുക്കും. നമ്മളൊരു 7Ah ഒക്കെ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ, 7Ah ഒരു ബാറ്ററി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഈ 7H നമ്മുടെ UPS ഒക്കെ വെക്കുന്നത്, അത് നമ്മൾ ഇതിൽ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ഒരു വിത്തിൻ ഫ്യൂ മിനിറ്റ്സിൽ തന്നെ ഇത് പെട്ടെന്ന് ചാർജ് ആകുന്ന നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് മൊബൈൽ ചാർജർ കണക്ട് ചെയ്തിട്ട് ഞാൻ ചാർജ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതേപോലെ തന്നെ വളരെ സക്സസ് ആയിട്ട് തന്നെ ഇത് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഈ ഡിവൈസ് കാണിക്കാം.
ഇതുകൊണ്ട് ജസ്റ്റ് ഇവിടെ കിടന്ന ഒരു പഴയ കാർ സ്റ്റീരിയോ, എന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന കാർ സ്റ്റീരിയോ ജസ്റ്റ് അഴിച്ച് അതിന്റെ അകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. കൺവേർട്ടർ സർക്യൂട്ട് ആണ്. അപ്പോൾ ഇതിന്റെ പോരായ്മകൾ ഒന്നാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അകത്തെ ട്രാൻസിസ്റ്റർ ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ് സിങ്ക് ഞാൻ കൂടുതൽ വലിയ ഹീറ്റ് സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാറ്റി നമുക്ക് മോസ്ഫെറ്റോ അതേപോലെ തന്നെ ഈ പറഞ്ഞ IGBT സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ഡിസൈൻ ആക്കാൻ സാധിക്കും. പിന്നെ ഇതേപോലെ ഞാൻ ബാറ്ററി കട്ട് ഓഫ് സർക്യൂട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇതാണ് ബാറ്ററി ഇരിക്കുന്നത്. കണ്ടോ, ചെറിയ ബാറ്ററിയാണ്. അപ്പൊ ഈ ബാറ്ററിയിലാണ് നമ്മൾ വണ്ടി ചാർജ് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അതിന്. ഒരു നിയർലി ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ അതിന്റെ ഇത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ബെറ്റർ ഒരു 7Hന്റെ എങ്കിലും ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കട്ട് ഓഫ് സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചാർജിങ് പോയിന്റ്. ഇതിലൂടെ ചാർജ് ചെയ്യാം. ചാർജർ കാണിച്ചു തരാം. ഇതേപോലെ ഒരു ചാർജറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. 12 വോൾട്ട് ഒരു 5 ആംസിന്റെ ചാർജറാണ്. പക്ഷെ 12 വോൾട്ടിൽ നമുക്കറിയാം ബാറ്ററി ഒരിക്കലും ചാർജ് ആവില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയൊരു ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൂസ്റ്റർ കൺവേർട്ടറാണ്, ബൂസ്റ്റ് കൺവേർട്ടറാണ്. അത് 14.4 വോൾട്ട് ആക്കിയിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് ഇനിയിപ്പം ലോ വോൾട്ടേജ് കട്ട് ഓഫ് സർക്യൂട്ട് ഒക്കെ കൊടുക്കാം. അതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം ഈ സോക്കറ്റിൽ തന്നെ ഞാൻ മൊബൈലിൽ നമുക്ക് ഇത് ചെയ്ത് കാണിക്കാം. അപ്പം അതിന് മുന്നേ തന്നെ ഞാൻ DC ആണെന്ന് കാണിക്കാനായിട്ട് ഞാനത് കാണിച്ചു തരാം. ഉണ്ടോ, കറണ്ട് അടിക്കുക. ഉണ്ടോ, ഒരു കറണ്ട് ഓടിക്കുക. പെർഫെക്റ്റ് DC ആണത്. അപ്പം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ട്രെയിനിൽ വർക്ക് ചെയ്യുന്നത്, അത് 110 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഇത് ഇത്രയുള്ള സംഭവം. ഇതേപോലെ ഒരു DC ആണ് അതിൻ്റെ അകത്തുള്ളത്. 110 വോൾട്ട് ആണ്. അതായത് ഓൾട്ടർനേറ്റർ 110 വോൾട്ട് കൺവേർട്ട് ചെയ്തിട്ട് DC ആക്കിയിട്ട് അതാണ് ഔട്ട്ലെറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഞാൻ മൊബൈൽ കണക്ട് വെച്ചിട്ടുണ്ട്. മൊബൈല് ചാർജർ കാണാമല്ലോ. ചാർജർ ഇതാ കാണാമോ, ചാർജിങ് കണ്ടോ. ഇത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു പോർട്ടബിൾ ഐറ്റം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു കൺവെർട്ടർ സർക്യൂട്ടിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടികളിൽ പോകുമ്പോഴത്തേക്ക് ഇൻവെർട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് സ്മോൾ ഇൻവെർട്ടർ കിട്ടും. ചെറിയ പ്ലഗ് ഇൻ ചെയ്യുന്നത് സ്ക്വയർ വേവ് ആയിരിക്കും. നല്ല എഫിഷ്യൻസി ആയിരിക്കത്തില്ല. ബാറ്ററി ഡിഗ്രേഡ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് DC വർക്ക് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ സാധാ മൊബൈൽ ചാർജറാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് മൊബൈൽ ചാർജറാണ് ഇതിലും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കമ്പോണൻസ് ഒന്നും ഡാമേജോ അല്ലെങ്കിൽ ബാറ്ററി ഡിഗ്രേഡ് ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പം നിങ്ങൾക്ക് വണ്ടികളിൽ പോകുമ്പോഴത്തേനും ബാറ്ററിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. അത്യാവശ്യം DVD പ്ലെയർ ഒക്കെ ഇതിൽ വർക്ക് ചെയ്യും കേട്ടോ. അപ്പം ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ജമ്പർ കേബിൾ ഇതുണ്ടോ, ഇതേപോലെ ഗേജ് കൂടിയ ഇങ്ങനത്തെ ജമ്പർ കേബിൾ ഇടണം. എന്നാലേ പവർ കറക്റ്റ് ആയിട്ട് ഡെലിവർ ആവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ബാറ്ററി കട്ട് ഓഫ് ഇതൊക്കെ ഇവിടെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഈ ബാറ്ററി കട്ട് ഓഫ് ഇത് വോൾട്ടേജ് 10.5 വോൾട്ട് ആകുമ്പോൾ ഇത് കട്ടാവും. അപ്പൊ ഇതും ചെയ്തതാണ്. ഇത് ഞാൻ വെച്ചിട്ടില്ല, ചെയ്തു വെച്ചിട്ടുണ്ട്, വെക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു കോമ്പാക്ട് ആയിട്ട് ഇത്ര ഹാൻഡി ആയിട്ടുള്ള ഒരു കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ചെറിയ കുഞ്ഞ ഡിവൈസ് എന്താ നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാം. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത് എന്താണ് സംഭവം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ വരിക, കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിനുണ്ടാക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ഇതിന്റെ അപ്പുറം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുക. അത് ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ പ്രോസസ്സിംഗ് വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ.